കൂട്ടുകാരെ, കുടയോളം ഭൂമി എന്ന യൂണിറ്റിലെ മഴ ചാറുമ്പോൾ എന്ന കവിതയ്ക്ക് ശേഷം നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഇതാ ഒരു മായാലോകം എന്ന പാഠമാണ്. ഒരു ശാസ്ത്രജ്ഞൻ മണ്ണിനുള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചതിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ഒരു ലേഖനമാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ലതാ സിജു വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. പാഠഭാഗത്തേക്കൊന്ന് നോക്കാം. ഒരിക്കലൊരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി. ഇത്രയും ദിവസങ്ങൾ ഞാൻ മരത്തിലേക്ക് നോക്കി നടന്നു, ഇനി മണ്ണിലേക്കൊന്ന് നോക്കിയാലോ? അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു. മണ്ണിലേക്ക് നോക്കുകയും ചെയ്തു. എന്നിട്ടോ മണ്ണിലൊരു മായാലോകം കണ്ടെത്തി. അതിരസകരമായ ആ കഥ ഒന്ന് കേട്ടോളൂ. ഇവിടെ ഒരിക്കലും ശാസ്ത്രജ്ഞനൊരു കിറുക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം മുകളിലോട്ട് നോക്കി നടന്നു എന്നല്ല, മരത്തിലേക്ക് നോക്കി നടന്നു. അദ്ദേഹം വേറൊരു പിന്നെ എന്താ പറയുക, സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞനാവാം. അല്ലെങ്കിൽ അദ്ദേഹം അന്ന് നടത്തിയത് സസ്യങ്ങളെക്കുറിച്ചോ ഇലകളെക്കുറിച്ചോ മരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭൗമാന്തരീക്ഷത്തെക്കുറിച്ചോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അന്ന് അദ്ദേഹം എന്താ തീരുമാനിച്ചത്? ഞാൻ ഇത്രയും നാളും മരത്തിലേക്ക് നോക്കി നടന്നു, ഇനി മണ്ണിലേക്കൊന്ന് നോക്കിയാലോ? അത് അദ്ദേഹം മുകളിലോട്ട് നോക്കി നടന്നു, ഇനി താഴോട്ട് നോക്കി നടക്കാം എന്നല്ല അതിൻ്റെ അർത്ഥം. മണ്ണിനെക്കുറിച്ച് എന്താ ഇനി മണ്ണിനെക്കുറിച്ച് വിശദമായ ഒരു കണ്ടെത്തൽ ഒന്ന് ശ്രമിച്ചാലോ എന്ന് കരുതി ആ ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി എന്ന് ഒക്കെ പറഞ്ഞിരിക്കുന്നില്ലേ? ബുദ്ധി കൂടിയിട്ടാണത് അല്ലേ? അവർ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇന്ന് ഈ ലോകം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനുള്ള കാരണം. അത് കണ്ടുപിടുത്തങ്ങളായാലും അത് അസുഖങ്ങളായാലും മറ്റ് ഏതൊരു കാര്യമായാലും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കൽ മണ്ണിനെ ഒന്ന് പരിശോധിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് വിചാരിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പ്രൊഫസർ എസ് ശിവദാസ്, അതായത് ഒരു ബാലസാഹിത്യകാരനും അദ്ദേഹം യുറേക്ക മാമൻ എന്ന പേരൊക്കെയുള്ള ഒരു ശാസ്ത്ര പുസ്തകങ്ങൾ തയ്യാറാക്കുന്ന ആളും ബാലസാഹിത്യകാരനുമാണ്. അദ്ദേഹത്തിൻ്റെ ഈ പാഠത്തിലേക്ക് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഈ ചിന്തയും ഈ തോന്നലും ഒക്കെ നടന്നത് 100ഓളം വർഷങ്ങൾക്ക് മുമ്പാണ്. ആരായിരുന്നു ആ മിടുക്കനായ കിറുക്കൻ എന്ന് പാഠത്തിൽ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ വില്യം ബീബ്. ആ കിറുക്കനായ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഡോക്ടർ വില്യം ബീബ്. ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ സസ്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മരങ്ങളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പരീക്ഷണം നടത്തിയ ആളായിരിക്കാം. പെട്ടെന്ന് അദ്ദേഹം മണ്ണിലേക്കൂടെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചാണ് അത്രയും പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അതായത് ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ ബ്രസീലിലെ ഒരു കാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിചിത്രമായ ആശയം തോന്നിയത്. അതായത് മണ്ണിനെ കൂടി ഒന്ന് പരിശോധിക്കാമെന്ന്. കാട്ടിൽ നിന്ന് പക്ഷികളെ ശേഖരിക്കാൻ എത്തിയതായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ, അതായത് പക്ഷി നിരീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ മേഖല. അല്ലാതെ മരങ്ങളും സസ്യങ്ങളും ഒന്നുമല്ല, മരത്തെ നോക്കി നടന്നത്, പക്ഷികളെ നോക്കി നടന്നതാണ്. അപ്പോൾ ഒരു പക്ഷി നിരീക്ഷകൻ അല്ലെങ്കിൽ പക്ഷികളെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞൻ എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അങ്ങനെ വന്ന കൂട്ടത്തിൽ ബ്രസീലിലെ ബേലം എന്ന പ്രദേശത്തെ കാട്ടിൽ കഴിയേണ്ടി വന്നു. അങ്ങനെ കൊടുങ്കാട്ടിലൂടെ കാട്ടുമരങ്ങളുടെ ഇലകൾ വീണടിഞ്ഞു കിടക്കുന്ന മണ്ണിന് മുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു. കാട്ടരുവിലൂടെയൊക്കെ അദ്ദേഹം സഞ്ചരിച്ചു. അപ്പം പക്ഷി ഗവേഷണത്തിന് വന്ന ആൾ ഇങ്ങനെ ബ്രസീലിലെ ഒരു വനപ്രദേശമായ ബേലം എന്ന വനപ്രദേശത്തിലൂടെയും അതുപോലെ കാട്ടരുവികളുടെ തീരത്തൂടെയൊക്കെ അദ്ദേഹം ഒരുപാട് ഇങ്ങനെ അലഞ്ഞപ്പോൾ തൻ്റെ പരീക്ഷണാർത്ഥം അലഞ്ഞതാണ്. അങ്ങനെ അപ്പോഴാണ് ഈ ഇലകളൊക്കെ വീണ് കിടക്കുന്ന മണ്ണിനെക്കുറിച്ചും ഒക്കെ അദ്ദേഹം ചിന്തിച്ചത്. കണ്ണ് മരത്തിലായിരുന്നുവെങ്കിൽ പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കാതെ പറ്റുമോ? അങ്ങനെ പക്ഷികളെ കണ്ടെത്തിയും തിരിച്ചറിഞ്ഞും വേണ്ടവയെ പിടിച്ചും അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം അങ്ങനെ സഞ്ചരിച്ചു. അപ്പോഴൊന്നും നിലത്തേക്കൊന്നും നോക്കാൻ പോലും അദ്ദേഹത്തിന് തോന്നിയില്ല. അങ്ങനെ തിരക്കിട്ട പണി തീരാറായി. ഇനി തിരിച്ച് ന്യൂയോർക്കിലേക്ക് തന്നെ പോകണം. അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിക്കണം, കടലിലെത്തണം, കപ്പലിൽ കയറണം, പിന്നെ കുറേ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്ര. അപ്പോഴേ ന്യൂയോർക്കിലെത്തുകയുള്ളൂ. ന്യൂയോർക്കിൽ വരെ എത്താനുള്ള ദൈർഘ്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതായത് ഇങ്ങനെ പറഞ്ഞല്ലോ, കാട്ടരുവിയുടെ തീരത്തൂടെയും ഒക്കെ മരങ്ങളിലേക്ക് നോക്കി പക്ഷികളെ നോക്കുകയും പക്ഷികളെ വേണ്ടതിനെ പിടിക്കുകയും വേണ്ടതിനെക്കുറിച്ച് പഠിക്കുകയും അവയെ അറിഞ്ഞവയെ അദ്ദേഹം മനസ്സിലാക്കുക, അങ്ങനെ കാട്ടിലൂടെ പല ജോലികളുമായി ഇങ്ങനെ നടന്ന് അപ്പോഴൊന്നും അദ്ദേഹത്തിന് നിലത്തോട്ട്, അതായത് മണ്ണിനെക്കുറിച്ച് പഠിക്കാൻ എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ജോലി കഴിഞ്ഞ് തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകണം, അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിക്കണം, കടലിലെത്തണം, കപ്പലിൽ കയറണം, ഒരുപാട് ദിവസം കപ്പൽ യാത്ര നടത്തി ന്യൂയോർക്കിലെത്തണം. ഇതൊക്കെയായിരുന്നു അന്ന് ചിന്ത.
അങ്ങനെ കപ്പലിൽ കയറി കഴിഞ്ഞപ്പോൾ കപ്പലിൽ കാടില്ല, മരങ്ങളില്ല, പക്ഷികളും ഇല്ല. അപ്പോൾ നേരം പോകാൻ എന്താണ് വഴി? അതിനുള്ള വഴിയായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത്. എന്ത്? കാട്ടുമണ്ണ് പരിശോധന. ഒന്ന് തപ്പിയാലോ? അതായത് വെറുതെ നോക്കുകയല്ല. അദ്ദേഹം എത്രയായാലും ഒരു ശാസ്ത്രജ്ഞനല്ലേ? അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ഏത് രീതിയിലാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ആ കണ്ടെത്തലുകളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കൂട്ടുകാരെ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നിടം വരെ താങ്ക് യു.